എടത്തിരുത്തി കൃഷിഭവൻ പച്ചക്കറി കൃഷി വികസനം 2024-25 പദ്ധതി കൃത്യത കൃഷിയുടെ ഭാഗമായി നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. എടത്തിരുത്തി മുനിയത്ത് 2 ഏക്കറോളം സ്ഥലത്ത് പള്ളിപ്പറമ്പിൽ സിദ്ദീഖിന്റെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. തരിശായി കിടന്നിരുന്ന ഭൂമി തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃഷിക്ക് അനുയോജ്യമാക്കി. വിവിധ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് കൃഷി ചെയ്തത്. മികച്ച വിളവാണ് ലഭിച്ചത്. രാവിലെ നടന്ന ചടങ്ങിൽ ഇ.ടി. ടൈസൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഉള്ള പരമാവധി സ്ഥലങ്ങളെ കൃഷിയോഗ്യമാക്കുക അല്ലെങ്കിൽ അതിനോട് ഉപയുക്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മാർഗം. നമുക്കാണെങ്കിൽ നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന പ്രദേശം നെല്ലായാലും മറ്റ് അനുബന്ധ കൃഷിയായാലും ചെയ്യുന്ന പ്രദേശം എടത്തിരുത്തിയാണ്. മറ്റൊരു പ്രദേശത്തിന് ഇത്രയധികം കൃഷിഭൂമിയോ കൃഷിക്കാരോ അതിനോട് താല്പര്യമുള്ള ആളുകളെ കാണാൻ കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ഘടകമാണ്. ഇവിടെ ആണെങ്കിൽ സിദ്ദീഖ് ചെയ്യുന്ന കുമ്പട്ടി ഞാൻ ചോദിച്ചു, ഏകദേശം ഒരെണ്ണം തന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഉള്ളത് 7-7.5 കിലോ ഉണ്ട്. 9 കിലോ വരെയുള്ളത് അദ്ദേഹത്തിന് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അവിടെയുണ്ട് 9 കിലോ വരെ ഉള്ളതുണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണിനെ വിശ്വസിക്കുക, മണ്ണിന് ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായ എന്താണോ മണ്ണ് ആവശ്യപ്പെടുന്നത് അനുസരിച്ചുള്ള കാര്യങ്ങൾ വളങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതിന് 10 മടങ്ങായി തിരിച്ചു തരും. അതാണ് അതിൻ്റെ ഉദാഹരണമാണ് സിദ്ദീഖിൻ്റെ കൃഷി. നമ്മൾ മായത്തെക്കുറിച്ച് വല്ലാതെ സംസാരിക്കുന്നു, ക്യാൻസറിനെ കുറിച്ച് വല്ലാതെ സംസാരിക്കുന്നു, അകലന്ന് വരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലതുമായിട്ടുള്ള സംസാരം. ഇതിലെന്താണ് പോംവഴി? നാം കൃഷിയിലേക്ക് എത്തുക, കൃഷിയിലേക്ക് മടങ്ങുക, അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കൃത്യത എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതിയോടുകൂടി സംയുക്തമായി കാർഷിക നല്ല താല്പര്യമുള്ള ഞാനിവിടെ വന്നപ്പോൾ ഓർത്തു, നമ്മുടെ അദ്ദേഹത്തിൻ്റെ മകൻ സിദ്ദീഖിൻ്റെ മകൻ കുട്ടി കർഷകനായിട്ട് നമുക്ക് കർഷകനായിട്ട് അവാർഡ് കിട്ടിയ കുട്ടി കൂടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി മൊത്തം അതിനൊരു താല്പര്യം ഉണ്ടാവുകയാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T.K. ചന്ദ്രബാബു അധ്യക്ഷനായി. സിദ്ദീഖ് അവരുടെ കുടുംബവും നമ്മൾക്കറിയാം. നേരത്തെ തന്നെ നമ്മുടെ സിദ്ദീഖിൻ്റെ മകള് കുട്ടി കർഷകയായിക്കൊണ്ട് നെൽകൃഷിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ളതിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ആ കുടുംബം ഒന്നടക്കം. അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ടീമുകളും അതിനൊപ്പം നിൽക്കുകയാണ്. ജനപ്രതിനിധികളുണ്ട്, കർഷക സുഹൃത്തുക്കൾ എല്ലാവരും സഹായിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് നിരവധി സ്ഥലങ്ങൾക്ക് നമുക്ക് പച്ചക്കറി കൃഷിയെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ടുള്ള ഇത് പൂർണ്ണതയോടുകൂടി പച്ചക്കറി പൂർണ്ണമായിട്ടും നമുക്ക് ലഭ്യമാവുന്ന രീതിയിൽ മറ്റൊരു സംസ്ഥാനങ്ങളെയും ആശ്രയിക്കാതെ ലഭ്യമാകുന്ന രീതിയിലേക്ക് അതിൻ്റെ വിളവ് നമ്മുടെ പ്രദേശത്തുണ്ടാവാൻ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുണ്ടാകാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ MP അനൂപ്, മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസാമോൾ സൈമൺ, എടത്തിരുത്തി കൃഷി ഓഫീസർ KA മേഘ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ, VS ജിനേഷ്, നവമി പ്രസാദ്, വാർഡ് മെമ്പർ MS നിഖിൽ, കൃഷി അസിസ്റ്റന്റ് വിപിൻ കുമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇങ്ങനെയുള്ള കർഷകരെ ഇപ്പോൾ 50 സെന്റിന് മേലെ 1 ഏക്കറിന് മേലെയുള്ള കർഷകരെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഉൽപ്പാദനം ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് നല്ല പ്രോഗ്രാമുകൾ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മളൊരു 10,000 ആൾക്കാർക്ക് തൈകൾ കൊടുക്കുന്നത് നല്ലത് തന്നെ. എല്ലാ വീട്ടിലും പച്ചക്കറി കൃഷി, എല്ലാവരും കൃഷിയിലേക്ക് ഒരു പ്രോഗ്രാം നല്ലത് തന്നെ. പക്ഷേ കൂടുതൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾക്കും വ്യക്തികൾക്കും ഒരു പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ ഉൽപ്പാദനം കൂട്ടുവാനും അതിൻ്റെ വിപണനം ഞങ്ങളുടെ ജില്ലാ ഓഫീസ് അതിന് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നുള്ളൊരു വാഗ്ദാനം കൂടി നൽകുന്നു. അത് നല്ലൊരു വില കൊടുത്തുകൊണ്ട് അവർക്ക് വിൽപ്പന നടത്താനൊരു പ്രോഗ്രാം കൂടി നമ്മൾ ജില്ലാതലത്തിൽ അത് അറേഞ്ച് ചെയ്തോളാം. തണ്ണിമത്തൻ, ഷമാം, പൊട്ടുവെള്ളരി, പയർ, വെണ്ട, വ്ലാത്താങ്കര ചീര, വാഴ, കയ്പ, ചുരയ്ക്ക, പടവലം, മത്തൻ, കുക്കുംബർ തുടങ്ങിയവയാണ് വിളവെടുത്തത്.
മുഗൾ ജ്വല്ലറി. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിലും. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ. You're watching True Line News.